this love not fake, only genuine love, not leave this love. He told me not to trust the Malu girls, but I refused, and I trusted her. Right now, I'm so broken. Understand? I don't understand. You know that? നിങ്ങൾക്കൊരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഓട്ടോക്കാരന്, ഒരു ആഫ്രിക്കക്കാരന് ഓട്ടോയിൽ നിന്ന് നേരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഒരു ആഫ്രിക്കക്കാരൻ മുന്നോട്ടേക്ക് വന്നിരുന്നു. ഗോഡ്വിൻ എന്നാണ് പേര്. അപ്പൊ അത് കുറച്ച് വാർത്തയാകുകയും ഓട്ടോക്കാരനെ എല്ലാവരും എടുത്ത് പൊങ്കാലയിടുകയും അവസാനം ഓട്ടോക്കാരന് വന്നിട്ട് ഞാനൊരു പോലീസുകാരൻ പറഞ്ഞതിന്റെ പേരിലാണ് ഇയാളെ കണ്ടൊരു സംശയം തോന്നുന്നു, അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കി വിടുക എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അവിടെ കൊണ്ട് ഇറക്കി വിട്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടൊക്കെ വന്നിരുന്നു. അതിപ്പോ ഏകദേശം ഒരു വർഷത്തിന് മുമ്പാണ്. അപ്പൊ ആ ഒരു ഇൻസിഡന്റിലൂടെ ഒക്കെ വൈറലായ ഒരു വ്യക്തിയാണ് ഗോഡ്വിൻ എന്ന് പറയുന്ന ആഫ്രിക്കക്കാരൻ. ആശാൻ കേരളത്തിലെ ബികോം ഏതാണ്ട് പഠിക്കാൻ വന്നതാണ്. ഇവിടെ ഒരു 3 വർഷത്തോളം ആശാൻ പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ പഠിച്ച് ഇവിടെ കുറച്ച് പരിചയമൊക്കെ ആയതിനു ശേഷം കുറച്ച് മുറി ഇംഗ്ലീഷും ഒക്കെ ആയിട്ട് ആശാൻ നാട് കാണാൻ, നമ്മുടെ കേരളം കാണാൻ ഇറങ്ങുകയുണ്ടായി. ഇങ്ങനെ ഒരു ആഫ്രിക്കക്കാരൻ മുറി മലയാളം ഒക്കെ പറഞ്ഞു കണ്ടപ്പോൾ മലയാളികൾക്ക് ഒരു കൗതുകം തോന്നുകയും മാസീവായിട്ട് ഗോഡ്വിനെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുകയുണ്ട്. അങ്ങനെ കേരളം എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ആശാൻ കുറച്ച് വ്ളോഗുകളും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ തുടങ്ങി. നമുക്ക് ആ വ്ളോഗുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. These guys wanna take me away. Yo, what's up? Muvatupuza, bro. Damn. I spent the night in Muvatupuza. It was awesome. Just know it was awesome, bro. Nice hotel room. Damn, the town is good. Muvatupuza. Yeah, man. അതെ കറക്റ്റ് തന്നെ. മൂവാറ്റുപൂസ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ബാക്കിയുള്ള റീലും കൂടെ കാണാം. Now, what do you mean demonstration? I'm greeting you. Demonstration. Demonstration. Yes. Okay. Your language. പോവാണോ? ഭക്ഷണം കഴിച്ചോ? കഴിച്ചോ. demonstration. വിശേഷം ഒന്നുമില്ല, സുഖം തന്നെ. പേരെന്താ? പേര് മേരി. Mary. Five. Okay. Hey, Mary ചേച്ചി. മേരി ചേച്ചി. What's up? Ba. Uganda. Nyana Uganda vide. Ba. Sugamanu. Enaunde vishesham. Nine kanan Sundariana. Aha. എന്തിനാ പഠിക്കുന്നത്? Marian College Kutikanam. Marian College Kutikanam. Kutikanam. എന്തോ പഠിക്കുന്നേ? Bachelor of Commerce. എന്നാ? Commerce. Commerce. Enadukwa? എന്നാ? Cleaner. Hey! And the parent? Pero. Arre. Tada. Hey. Enike Bayangara Santosham. This is real African hair. You see, it's different from Indian hair. It's real African, bro. What's your name? Nice to meet you, Nikke, bro. You one time visit Africa. That's your home. Okay. Africa, it's your home. Visit Uganda, Africa. Okay. That's your home, bro. Okay. Nice to meet you. ഒന്നാമത്തെ നാട്ടിൽ യുവാക്കളൊക്കെ കുറഞ്ഞു വരുവാണ്. അപ്പോഴാണ് ആ പയ്യനെ ആഫ്രിക്കയിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു വ്ളോഗുകൾ, ഇങ്ങനെയുള്ള വ്ളോഗുകൾ നമ്മളെ മലയാളികൾക്ക് കാണാം. മുറി ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു ആഫ്രിക്കക്കാരൻ ഇങ്ങനെ കേരളത്തിൽ വന്ന് ഇങ്ങനെ വ്ളോഗുകൾ എടുത്താണ് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുടെ വീഡിയോക്കൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഫോളോവേഴ്സ് കയറാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇയാൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വിവാദത്തിൽ ചെന്ന് ഏർപ്പെട്ടു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ്വിൻ കേരളം മൊത്തം കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണല്ലോ. അപ്പൊ ട്രെയിനിൽ വെച്ച് യാത്ര ചെയ്യുമായിരുന്നു. അപ്പൊ ഒരു പോലീസുകാരൻ വന്ന് ചോദിച്ചു എവിടെ നിന്നാണ്, എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. തീർച്ചയായിട്ടും പോലീസുകാർ അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു ആഫ്രിക്കയിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരൻ പറഞ്ഞു ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഗോഡ്വിൻ ആണെങ്കിൽ കയ്യിലിരുന്ന പാസ്പോർട്ടും വിസ എടുത്ത് കാണിച്ചു. അപ്പൊ പോലീസുകാരൻ പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് ബാഗ് കൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പോലീസുകാരൻ പറഞ്ഞപ്പോൾ ഗോഡ്വിൻ പറഞ്ഞു ബാഗ് തരാൻ പറ്റില്ല. എന്നിട്ട് അവർ തമ്മിൽ ഒരു വാക്തർക്കമൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഗോഡ്വിൻ ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അതായത് ആ വീഡിയോ ഒന്ന് നമുക്ക് കാണാം. What happened? You get my bag, okay? You want to check it? I gave it. That's my duty, right? That's my duty. I gave you my bag. So I take your bag. Yes. What happened? After that, what's the problem? You come to me like this. You stand to me like this. You want to beat me, and you tell me in my ear. When I told you told me in my ear, no, I'm not Indian, right? You are not Indian. Yeah, I know that. That's why I took your passport. That's why I gave you this. That's why I took your passport. And why did you intimidate me? You want to harm me? Why you want to beat me? Have the Indian passport? Why you want to beat me? You have to Indian. I showed you. What's there? This is open it. Open it. Open the passport. Open the visa. And I have to take. That's the visa. I know. Why do I have that visa? What's the issue of the visa?
You have an Indian citizen? No. Yes, that's why I want you. Okay, what's the use of the visa? ഇതിൽ ആ പോലീസുകാരനെ കുറ്റം പറയാനൊന്നുമില്ല. ആ പോലീസുകാരന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. ഒരു വിദേശിയാണെന്ന് കാണുമ്പോൾ, ഈ രാജ്യക്കാരനല്ല എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും അയാളെ സെർച്ച് ചെയ്യാനും ചെക്ക് ചെയ്യാനും ഒക്കെയുള്ള അധികാരം, അല്ലെങ്കിൽ എന്തിനാണ് അയാൾ വന്നതെന്നൊക്കെ നോക്കാനുള്ള അധികാരം പോലീസുകാർക്കുണ്ട്. ഇപ്പൊ നമ്മൾ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് എന്ന് പറഞ്ഞാലും അവിടുത്തെ പോലീസുകാർ നമ്മളെ സമീപിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. അവർ നമ്മളെ ആട്ടിമൂടി ചെക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരന്റെ ഡ്യൂട്ടി ചെയ്തെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു രാജ്യത്തെ പൗരനാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെയുള്ള ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിലിപ്പോ എന്താണ്, ഗോഡ്വിനോട് ആ ബാഗ് ചോദിച്ചപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു. വെറുതെ ഗോഡ്വിനായിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കിയ പോലെയാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. ഇതുപോലെ കേരളം കാണാൻ ഇറങ്ങി വിവാദങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ആദ്യം ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, ഇപ്പൊ പോലീസുകാരനായി. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വേറൊരു വിവാദം കൂടെ ഉണ്ടായിട്ടുണ്ട്. നമുക്കത് കണ്ടിട്ട് Don't know where you are at now, right now. Railway station. But I'm not talking to you You like talk that. decently. Okay. This is a railway station, not your home. Okay, fine. Your own language in your own home. Okay. This is a public space. Okay. 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 ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു സ്ത്രീയോട് ഒരു മോശം വാക്ക് ഈ ഗോഡ്വിൻ പറയുകയും അതിന് സ്റ്റേഷൻ മാസ്റ്റർ വന്ന് താക്കീത് കൊടുത്തതുമാണ് നിങ്ങളീ കണ്ടത്. എനിക്ക് തോന്നുന്നു എവിടുന്നോ, മലയാളത്തിൽ എവിടുന്നോ ഏതോ ഒരു വാക്ക് പഠിച്ച് അതിന്റെ അർത്ഥം അറിയാതെ ഇനിയും പ്രയോഗിച്ചതാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. കാരണം മലയാളത്തിലുള്ള തെറിവാക്കുകളൊക്കെ പലരും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു കാണാം. അതിന്റെ അർത്ഥമൊന്നും അറിയാതെ പലരോടും പോയി പറഞ്ഞു കാണാം. അതിന്റെ ഒരു ബേസിസിലായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിവാദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആള് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ടായിരുന്നു. ആളിനെ വിമർശിച്ചുകൊണ്ടും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അതിപ്പോ സോഷ്യൽ മീഡിയ ആണ്, രണ്ടു പക്ഷം പറയുന്ന ആൾക്കാരും കാണും. അപ്പൊ ആളിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ വന്നു, ആൾക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി, ഫോളോവേഴ്സ് ഒക്കെ കൂടുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോഡ്വിന് നമ്മുടെ കേരളത്തിൽ നിന്നൊരു ഗേൾ ഫ്രണ്ട് സെറ്റ് ആവുന്നത്. അപ്പൊ ഗേൾ ഫ്രണ്ടിനെ കിട്ടിയ സന്തോഷത്തിൽ ഗേൾ ഫ്രണ്ടിനെ മടിയിലിരുത്തി ഗോഡ്വിൻ ഒരു റീലൊക്കെ ചെയ്തിട്ടുണ്ട്. ഗേൾ ഫ്രണ്ട് പറയുന്നത് ഇംഗ്ലീഷ് ആണോ മലയാളം ആണോ എന്ത് ഭാഷയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും റീല് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. Hi guys, Jumana Godwin. Okay, baby. This love not fake, only genuine love. Not leave this love. Not never leave this love. Okay. I am coming. Okay. Okay, bye. കുട്ടി പറഞ്ഞത് തന്നെയാണ് കാര്യം. യെസ്റ്റർഡേ നോട്ട് കം ടുമാറോ എന്നൊക്കെ പറയുന്ന പോലെ അതാണ് സംഭവം. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ. ഇപ്പൊ വന്ന് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പെമ്പിളാരെയൊക്കെ കണ്ട നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ വരെ അടിച്ചുകൊണ്ട് പോവുകയാണ്. വല്ലാത്തൊരവസ്ഥ. എവിടെ ഒരു സർവേ ഒക്കെ എടുക്കുന്നുണ്ട്, കേരളത്തിൽ യുവാക്കൾക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടികളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എങ്ങനെ കാണും ഇങ്ങനെ ഓരോരുത്തർ വരുന്നു കൊണ്ടുപോകുന്നു. പിന്നെ എങ്ങനെ കേരളത്തിലെ ആമ്പിള്ളേർക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടും? എന്നാലും ഇവര് തമ്മിൽ ഇങ്ങനെ പ്രണയമാണെന്നോ അഗാധമായ പ്രണയമാണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് കുറെ റീലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അടി കിടന്ന് ഓടുന്ന കാണാം. ഇതുപോലത്തെ റീലുകളൊക്കെ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ മലയാളികളുടെ കുരുവല്ല, ഈ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരുടെ ഒരു അസൂയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ ഈ കമന്റ് ബോക്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ കുറെ പേര് വന്ന് ഗോഡ്വിനെ തെറി വിളിക്കാനും ഇത് പൊട്ടിപ്പോന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ ഈ ശപിച്ചവരുടെയും അല്ലെങ്കിൽ തെറി വിളിച്ചവരുടെയൊക്കെ ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചു. ആ പെൺകുട്ടി ഗോഡ്വിനെ തേച്ചു ഗൈസ്. ഇന്നലെ മിനിങ്ങാന്നാണ് സംഭവം നടക്കുന്നത്. അതിനെ തുടർന്ന് ഗോഡ്വിൻ ഒരു ലൈവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആ ലൈവ് ഒന്ന് കണ്ടിട്ട് വരാം. All of you know that I have a Malu girlfriend called Jumana, yeah? But what happened is that Jumana promised me a lot of things. She promised to come to Africa with me, to Uganda, and she promised to be my wife. And I was really so serious about her and the whole relationship. Like, I believed in it so much. I trusted her, okay? But what happened is, Jumana's family don't like our relationship. So they got her another man to marry her. Arranged marriage, okay? And Jumana left me actually. Right now, I'm heartbroken. It's so hard. So many of my friends, Mollywood from Kochi, he told me not to trust the Malu girls, but I refused. And I trusted her. Right now, I'm so broken. Jumana and I, we are not together, okay? Yeah, and I'm still so heartbroken. I'm going through shit. ഈ ലൈവില് ഗോഡ്വിൻ വന്നിട്ട് പറയുന്നത് വീട്ടുകാർ ഈ ബന്ധത്തിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി തേച്ചിട്ട് പോയി എന്നാണ് ഗോഡ്വിൻ വന്ന് പറയുന്നത്. ഇംഗ്ലീഷിലായാലും മലയാളത്തിനായാലും ഏത് ഭാഷയിലായാലും തേപ്പ് തന്നെയാണ് ഗോഡ്വിനെ. അപ്പൊ ഇത് നാട്ടുകാരുടെ പ്രാർത്ഥനയാണോ, ഇവിടെ കല്യാണം കഴിക്കാതെ യുവാക്കളുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഗോഡ്വിന് തേപ്പ് കിട്ടി. അതിലും ഗോഡ്വിന് ഒരുപാട് വിഷമമുണ്ട് എന്നൊക്കെയാണ് വന്നിരുന്ന് ഈ പറയുന്നത്. അപ്പൊ ഇങ്ങനെ തേച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ലൈവൊക്കെ ഇട്ടതിന് ശേഷം ഈ ചങ്ങായി ഈ പെൺകുട്ടിയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ കോൾ ഒന്ന് കാണാം. I don't understand, you know that? But now, why all those night calls? Why?
Why make all those night calls? Why? Night calls, morning time. This problem you sister and your sister problem you not understanding. I am not your sister. I am lady. You sister. You. എന്തായാലും ആ പെൺകുട്ടി പറഞ്ഞതെല്ലാം ഗോഡ്വിന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ഭാഷയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോക്കുള്ളിൽ ഉടനീളം ഗോഡ്വിനെ ഈ പെൺകുട്ടി കളിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഗോഡ്വിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. വെറുതെ പോലീസുകാരോട് കച്ചറയും ഉണ്ടാക്കി നാട്ടിൽ നിന്ന് എല്ലാവരുടെ സുഖമാണോ എന്ന് ചോദിച്ചുകൊണ്ട് വ്ലോഗ് എടുത്ത് നടന്നാൽ മതിയായിരുന്നു. വെറുതെ പ്രേമിക്കാനൊക്കെ പോയി ഇപ്പൊ തേപ്പും കിട്ടി. ഇനിയിപ്പോ ഇതിന്റെ ഡിപ്രഷനിലൊക്കെ ആയിട്ട് കുറച്ച് നാൾ ഗോഡ്വിൻ ഇരിക്കാം, നല്ലൊരു സുഖമായിരിക്കും. നമ്മുടെ ഈ വീഡിയോയുടെ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല. ഇങ്ങനെ ഈ ഒരു വീഡിയോ എനിക്ക് കുറച്ച് പേര് അയച്ചു തന്നു. അപ്പൊ എന്താണ് സംഭവം എന്ന് അറിയാൻ പോയപ്പോഴാണ് ഈ ഗോഡ്വിൻ ഇങ്ങനെ പണ്ടൊരു പ്രശ്നം ഉണ്ടാക്കിയ വാർത്തയൊക്കെ കയറി വന്നത് ഞാൻ അറിയാൻ ഇടയായത്. അപ്പൊ ഇങ്ങനെ കുറച്ച് സംഭവ വികാസങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കമന്റ് ചെയ്യുക ഗൈസ്.